ഈ 3 വയസ്സുള്ള കുട്ടികൾക്ക് കൊടുക്കരുതെന്ന് പറഞ്ഞു. ഇപ്പൊ ഞാനിപ്പോ ഒരു വെള്ളം കുടിക്കാന്ന് വെച്ചോ, വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 3 വയസ്സോ 2 വയസ്സുള്ള കൊച്ചു അത് വേണമെന്ന് പറയും. അതുപോലെ തന്നെ പേരൻസ് ആണ് മൊബൈൽ ഉപയോഗിക്കുന്നത്, അങ്ങനെയാണ് അവരെ പഠിപ്പിക്കുന്നത്. അല്ലാണ്ട് ഇവര് ഇവിടെ വന്ന് പെട്ടുപോയതല്ലേ, അവരെ എല്ലാം പഠിപ്പിക്കുന്നത് നമ്മളല്ലേ. കേരളത്തിൽ ഒരുപാട് കുട്ടികൾ അഡിക്ഷൻ വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ അഡിക്ഷൻ വന്നവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് കേരള പോലീസിന്റെ ഒരു സോഷ്യൽ പോലീസിംഗിന്റെ ഭാഗമായിട്ട് ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ വെച്ചിട്ടുണ്ട്, 9497-900-200. ആ നമ്പറിൽ ആർക്കും വിളിക്കാം. എല്ലാ സഹായത്തിനും പോലീസ് ഏത് സമയത്തും ഉണ്ടാവും. ഏത് സമയത്ത് വേണമെങ്കിലും ആൾക്കാർക്ക് വിളിക്കാവുന്ന ഒരു നമ്പറാണ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോ ഒരു രസകരമായിട്ടുള്ള സംഭവമാണ്. അതായത് ഇപ്പോ പല പാരന്റ്സും കുട്ടികളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു സൈഡിൽ കൂടി. അതായത് ഇപ്പോ വെള്ളിയാഴ്ച ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ പാരന്റ്സ് ചോദിക്കും ആ സിനിമ കിട്ടിയാന്നാണ്, കുട്ടികളോടാണ് ആദ്യം ചോദിക്കുന്നത്. ടെലഗ്രാമിൽ വന്നിട്ടുണ്ടാകും. അപ്പൊ ആ കുട്ടികൾക്ക് ഒരിക്കലും അറിയണില്ല ഇതിങ്ങനെ ചെയ്താൽ ഒരാളുടെ കോപ്പിറൈറ്റ് ഉള്ള ഒരു കണ്ടന്റ് മറ്റൊരാൾക്ക് അയച്ചു കൊടുത്താലോ പ്രചരിപ്പിച്ചാലോ പ്രശ്നമുണ്ടെന്ന് യാതൊരു അറിവില്ല. പക്ഷെ രാത്രി കിടന്നുറങ്ങുമ്പോഴായിരിക്കും പോലീസ് വണ്ടി വന്ന് വീട്ടിൽ നിൽക്കുമ്പോൾ അപ്പോഴാ മാത്രമേ അറിയണുള്ളൂ ഇത് ക്രൈം ആയിരുന്നെന്ന്. പലപ്പോഴും കുട്ടികൾ ഇൻവോൾവ് ആവുന്ന എല്ലാ കേസുകളും അവർ പറയുന്ന ഒറ്റ കാര്യമാണ്, എനിക്ക് ഇതിനെപ്പറ്റി അറിയില്ല, നിയമം അറിയില്ലായിരുന്നുള്ളത്. അപ്പോ അതിനെപ്പറ്റി നമ്മൾ മാതാപിതാക്കൾ തന്നെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇപ്പോ പല വീട്ടിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, അപ്പൊ അതൊന്നും ശ്രദ്ധിക്കേണ്ടതാണ്. സാർ, ഞാനൊരു ടീച്ചർ എന്ന നിലയിൽ ഇതിന്റെ ഒത്തിരി ഡിഫക്ട്സ് കാണാനാകുന്നുണ്ട്. ഒന്നാമത് ഇവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ കുറയുക, വേണ്ട കാര്യങ്ങൾ വേണ്ട പോലെ വേണ്ടടുത്ത് അവതരിപ്പിക്കാൻ കുട്ടികൾക്ക് അറിയാൻ മേലെന്നായി പോവുക. കാരണം വീട്ടിൽ തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കാത്തതുകൊണ്ട് അവർക്ക് പുറം ലോകമായിട്ട് വേണ്ട രീതിയിൽ സംസാരിക്കാൻ അറിയത്തില്ല. പിന്നെ ഒരു ക്രിയേറ്റീവ് തിങ്കിങ് ഇല്ല. അപ്പൊ സാറ് പറഞ്ഞ പോലെ ഒരു മാങ്ങ കണ്ടാൽ നമ്മുടെയൊക്കെ കാലത്ത് ആ മാങ്ങ എങ്ങനെയെങ്കിലും കൈവശപ്പെടും, ഇവർക്ക് അത് കണ്ടേച്ചിരുന്നാൽ മതി, അത് കൈവശപ്പെടുത്തണം എന്നുള്ള ഒരു ചിന്താഗതി വരുന്നു. തള്ള വൈബാന്ന് പറയും. പിന്നെ കോൺസെൻട്രേഷൻ, എക്സാമിനേഷൻ ഹോളിലോ അല്ലെ ക്ലാസ്സിൽ ഒരു 45 മിനിറ്റ്സിലോ ഒരു 15 മിനിറ്റ്സ് ഓക്കെയാണ്. അത് കഴിഞ്ഞാൽ അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാൻ പറ്റുന്നില്ല. എക്സാമിനേഷൻ ഹോളിൽ 2 hours പേപ്പർ ആണെങ്കിൽ ഒരു ½ an hour കഴിയുമ്പോഴേ അവര് ഡിസ്റ്റർബ്ഡ് ആണ്, പരീക്ഷ പൂർത്തിയാക്കാതെ ഇറങ്ങി പോകുന്നത്. പല കുട്ടികളും എന്റെ സ്റ്റുഡൻസ് എനിക്കറിയാം, തലേദിവസം രാത്രിയിൽ ഒരു 10 മണി 11 മണിയായ അമ്മയും അച്ഛനും ബെഡ്റൂമിൽ കയറും. ഇവര് മൊബൈൽ ഫോണും കൊണ്ടിരുന്ന് 3 മണി വരെ മൊബൈൽ ഗെയിം കളിച്ചിട്ട് ഉറങ്ങി രാവിലെ എഴുന്നേറ്റ് എക്സാമിനേഷൻ ഹോളിലേക്ക് വരും. കാണുമ്പോഴേ നമുക്കറിയാം വളരെ ക്ഷീണിതനായിട്ടാണ് വരവ്. എക്സാം ഹോളില് ഒരു ½ an hour കഴിയുമ്പോൾ ഒന്നല്ലെങ്കിൽ സിവിയർ ഹെഡേക്ക്, അതല്ലെങ്കിൽ ഒരു വൊമിറ്റിംഗ് ടെൻഡൻസി, പലപ്പോഴും സ്കൂളിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന സിറ്റുവേഷൻസ്. ഈ പുസ്തകം പരീക്ഷയ്ക്ക് തുറന്നെഴുതി വെക്കുന്ന കാലം വരികയാണല്ലോ. ഈ അങ്ങനെ ഒരു കാലം വരുമ്പോ പിന്നെ അവർക്ക് തലേന്ന് എൻഗേജ് അല്ലല്ലോ അവര്. ഇത് ചാപ്റ്റർ എവിടെ കണ്ടുപിടിച്ചാൽ മതി. എങ്കിലും അതിനെപ്പറ്റി ഒരു ഐഡിയ വേണം സാറേ. ഓപ്പൺ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ഏത് ഭാഗത്തുനിന്നും ചോദിക്കാം. ഈ ബുക്ക് റെഫറൻസ് ചെയ്തിട്ടില്ലാത്ത ഒരു കുട്ടിക്ക് ഓപ്പൺ ടെക്സ്റ്റ് ബുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഓപ്പൺ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ വിചാരിക്കും പുസ്തകം തുറന്ന് എഴുതുന്നത്, അതല്ല വളരെ റിച്ച് കണ്ടന്റ് അറിയാമല്ലോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.